ഹലോ ഹായ്. അപ്പോൾ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നേക്കുന്നത്. സോ നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ തന്നെ PSC പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി വേണം, നല്ല രീതിയിലൊരു സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷനിലോട്ട് എത്തണം, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്കൊരു PSC ബേസ് ചെയ്ത് കേരള PSCയിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് നേടണം എന്ന് കണക്കാക്കി നിൽക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് മാക്സിമം ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുക, റോങ് ആൻസേഴ്സ് കിട്ടുക. സോ ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ടാണ് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് വേണം, അല്ലെങ്കിൽ ലിസ്റ്റിൽ നിങ്ങളുടെ നെയിം വരുന്ന ഒരു 5-6 മാസങ്ങളായിട്ട് നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ വിത്തിൻ ഫാസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റിലോട്ട് എത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ആപ്പ് ഞാൻ കുറച്ച് ടൈം സംസാരിക്കുന്നുണ്ട് ഈ ആപ്പിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളത് ഡീപ്പായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറൻ്റ്ലി ഒരു റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ ആപ്പിലോട്ട് വരാം. സോ ഞാൻ ആപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. സോ ഈ ആപ്പിനകത്ത് അത്യാവശ്യം നന്നായിട്ട് സ്പെഷ്യാലിറ്റിയോടെയാണ് ഈ ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് റിലേറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1000-ഓളം സെറ്റുകളാണ് എക്സാക്ട്ലി ഓരോ പോസ്റ്റിനും നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. നമ്മുടെ PSC റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലെവൽസ് ഓഫ് എന്ന് വെച്ചാൽ ഇപ്പം 10th, +2, ഡിഗ്രി, യൂണിഫോം സർവീസസ്, അതുപോലെ തന്നെ ടീച്ചിങ് പോസ്റ്റുകൾ, ടെക്നിക്കൽ പോസ്റ്റ്, അതുപോലെ നഴ്സിംഗ് ആൻഡ് ഹെൽത്ത്, എഞ്ചിനീയറിംഗ് പോസ്റ്റ്, പിന്നെ നമ്മുടെ KS എല്ലാ റിലേറ്റഡ് ആയിട്ട് വരുന്ന സെറ്റുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ 10th ലെവൽ എടുത്താണ് LGS എടുക്കുകയാണ്. സോ LGSനകത്ത് തന്നെ 1000-ഓളം സെറ്റുകൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഫോൾഡർ തന്നെ നമ്മൾ 100 എണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ഫോൾഡറാണ് വരുന്നത്. അപ്പോൾ ഇതും എല്ലാ മോക്ക് ടെസ്റ്റുകളാണ്. ഇതിൽ ബിഗിനർ മുതൽ സ്റ്റാർട്ട് ചെയ്യും, അങ്ങോട്ട് പോകുമ്പം കുറച്ചും കൂടെ കട്ടി ലെവലിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഓൺലൈൻ എക്സാംസ് വരുന്ന പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 100 ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോ ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ട്, 4 എണ്ണം. നമ്മുടെ നെഗറ്റീവ് മാർക്കൊക്കെ PSCയിലുള്ള പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഇത് കൊടുക്കുക. നിങ്ങളുടെ താഴെ തന്നെ ക്വസ്റ്റ്യൻ ടൈമർ പോകുന്നുണ്ട്. ഇത് നമുക്ക് എത്ര മിനിറ്റ് എക്സാക്ട് നമ്മൾ ഓരോ ചോദ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പിന്നീട് നോക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എടുത്ത് വിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് എക്സാക്ട്ലി സേവ് ആൻഡ് സബ്മിറ്റ് എക്സാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാക്ട്ലി നമുക്ക് റിസൾട്ട് വരും. എത്രയാണ് നമുക്ക് ശരിയായിട്ടുള്ള, എത്ര എണ്ണം തെറ്റായി, മൈനസ് എല്ലാം വെച്ചിട്ടാണ് എക്സാക്ട്ലി റിസൾട്ട് വന്നേക്കുന്നത്. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിൽ തന്നെ എത്രത്തോളം സബ്ജക്റ്റുകളാണ് കവർ ചെയ്തിട്ടുള്ളത്, അതിനകത്ത് നിന്ന് എത്രത്തോളം പെർസെൻറ്റേജാണ്, നമുക്ക് എവിടെയാണ് മാർക്ക് കുറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും കീ ഫാക്റ്റുകളും ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ ഇത് അപ്ഡേറ്റഡ് ആണ്. അതുമാത്രമല്ല നമുക്ക് ഇത് ആയിട്ട് ഈ ഒരു ചോദ്യമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ചോദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എക്സാംസുകൾ അറ്റൻഡ് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മളിപ്പോൾ എടുത്ത പോസ്റ്റിന് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വേറെ തരത്തിലുള്ള, ഇപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള വേറെയും ചോദ്യങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു എക്സ്പ്ലനേഷൻ ത്രൂ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇതിനൊരു പ്രോപ്പർ റെസ്പോൺസിങ് ഇതിനകത്ത് നിന്ന് കിട്ടും. സോ ഇതുപോലെയാണ് ഡീപ്പ് അനാലിസിസിൻ്റെ റെസ്പോൺസ് വരുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഒരു വിത്തിൻ 30 സെക്കൻഡുകളായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് കിട്ടും. അത് നോക്കാം. എക്സ്പ്ലനേഷൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേറെയും ചോദ്യങ്ങളും, നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇതൊക്കെ വായിച്ച് പഠിക്കുക. അങ്ങനെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സെറ്റ് കാണിച്ചു തന്നു. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും, എല്ലാ ജോബ്സിനും, ഇപ്പോൾ ടെക്നിക്കൽ എക്സാംസ്, ഇപ്പം സർജൻ്റെ തന്നെ, വെറ്ററിനറി സർജൻ്റെ തന്നെ ഇത് കണക്ക് തന്നെ 1000-ഓളം സെറ്റുകളുണ്ട്. സോ ഈ സെറ്റുകൾ എന്തുകൊണ്ടാണ്? സോ ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം ഒരു 2000 അല്ലെങ്കിൽ 3000-ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോർ ചിലപ്പോൾ 30-40 ഒക്കെ ആയിരിക്കും നമുക്ക് സ്കോർ കിട്ടുന്നത്. അതാണ് മിക്കവാറുള്ള എല്ലാ ആൾക്കാർക്കും വരുന്നത്. പക്ഷേ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അതാണ് മെയിൻ കാര്യം. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. അതായിരിക്കും നമുക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് നെയിം വരാതെയൊക്കെ വരുന്നത്. സോ അതിനൊക്കെ ഒരു എക്സാക്ട്ലി റിസൾട്ടിങ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തെറ്റുകൾ വരുന്നത് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു റീടേക്ക് ഫോൾഡർ എന്ന് പറയുന്നൊരു ഫോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നേ തെറ്റിയിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരുന്ന സെക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കയറി നമുക്കൊന്നും കൂടെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങളും പിടികിട്ടും.
അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ റീടേക്ക് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റിലുണ്ട് സബ്ജക്റ്റ് ബേസ് ചെയ്ത് തന്നെ. അതും ഏകദേശം ഒരു 500 സെറ്റുകൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഒരു സൈഡിൽ കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ PYQ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇയേഴ്സ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ 1 lakh റാങ്ക് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ്, ചിലപ്പം ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് പാടായിരിക്കും, ആ സബ്ജക്റ്റുമായിട്ട് ഇപ്പം ജനറൽ സയൻസുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന തന്നെ ഹാർഡായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, മീഡിയം ആയിട്ടുള്ള ഒരു 15,000-ഓളം വരുന്ന ചോദ്യത്തിൻ്റെ സെറ്റാണ്. അതിൽ ഓരോ സെറ്റിലും 10ഓളം ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു സൈഡ് അങ്ങനെയും ഒരു സൈഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ന്യൂസ് ഫീഡും ഉണ്ട്. അത് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന കേരള ബേസ് ചെയ്ത് വരുന്ന ന്യൂസൊക്കെ ഇതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ഫുൾ ഗ്രോത്ത്, നിങ്ങളുടെ എത്രത്താണ് നിങ്ങളുടെ ഗ്രോത്ത് വരുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ എത്രയാണ്, എക്സാക്ട്ലി നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആക്യുറസി എത്രയാണ്, നിങ്ങൾ ഡെയിലി ഈ ആപ്പ് നിങ്ങൾ എത്ര നേരം യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി എത്രത്തോളം ചോദ്യങ്ങളാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എത്രത്തോളം മോക്ക് ടെസ്റ്റിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളമാണ്, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെക്കാലം എത്രത്തോളം നിങ്ങൾ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ സ്കോറിങ്, എക്സാക്ട്ലി നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയുന്നതോടെ നിങ്ങളുടെ സ്കോർസിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ, അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് ക്വിസ് ചെയ്യാൻ പറ്റും, PSC ബേസ് ആയിട്ട് തന്നെ വരുന്നത്. സോ അതാണ് ഈ ഒരു സെക്ഷൻ. അതിനകത്ത് നിങ്ങൾക്ക് കോയിൻസ് എയിം ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്തു, ഇതിനകത്ത് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടി. നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരമാണെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കോയിൻസ് ക്രെഡിറ്റ് ആവും. ഇപ്പം നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്വിസ് ഫസ്റ്റ് ഓഫ് ഓൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മൈനസ് വരുന്നതിനനുസരിച്ച് കോയിൻസ് കുറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കോയിൻസ് കൂടും. സോ ഇത് നിങ്ങൾക്ക് എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ടൈംസിലൊക്കെ എക്സാക്ട്ലി ഈ ക്വിസിനകത്ത് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറൊരു സെക്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊരു ഗെയിമാണ്. എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 6 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇത് നമ്മൾ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡബിൾ ടിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എടുക്കുന്നത് ഡബിൾ ടിക്ക് ചെയ്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ. സോ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടാണ് ഓൺ ചെയ്തേക്കുന്നത്. നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതും ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. ഇതും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. സോ 2 ഏരിയ ഉണ്ട്. ഒന്ന് ക്വിസ് ഏരിയ ഉണ്ട്, ഒന്ന് അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദ്യങ്ങൾ കിട്ടും, അതും അറ്റൻഡ് ചെയ്യാം. അതിന് കോയിൻസ് എയിം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സെക്ഷൻസ് ആണ് എക്സാക്ട്ലി നമ്മൾ ഇതിനകത്ത് ടോട്ടലി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എക്സാക്ട്ലി യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് ചാനൽ, കമ്മ്യൂണിറ്റി ചാനൽ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. സോ ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തേക്കുക. ഇതിനകത്ത് ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും. സോ എക്സാക്ട്ലി ഈ ഒരു ആപ്പിന് ഞാനൊരു കോസ്റ്റ് ഇടുന്നുണ്ട്. ഇതിനൊരു കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോട്ടൽ കോസ്റ്റ് വരുന്നത് വെച്ചാൽ 6,000 റേഞ്ചിനാണ് എക്സാക്ട്ലി ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു ഓഫർ പ്രൈസിന് എക്സാക്ട്ലി കൊടുക്കുന്നുണ്ട്. ഇപ്പം എമൗണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 899 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിന് ഫുൾ ഗൈഡൻസ് എക്സാക്ട്ലി ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡൗട്ടൊക്കെ ഉള്ളത് ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസിലോട്ട് തന്നെ ഞാൻ അടുത്ത ദിവസങ്ങളിലോട്ട് ഇത് മാറ്റും. കാരണം ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഈ ആപ്പ് വാങ്ങുന്നുണ്ട്. കാരണം ഇതൊരു AI റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പഠിക്കാനും എളുപ്പമായതുകൊണ്ട് അങ്ങനെ ഒരു ആപ്പ് എക്സാക്ട്ലി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ എഫേർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ അറിയാനായിട്ട് പറ്റും. സോ ഈ ഒരു എമൗണ്ടിന് 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. സോ നിങ്ങളിത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നു. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സാക്ട്ലി പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ അയക്കാം. ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങൾ ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ.